ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയെ അനുഗമിക്കാനായിട്ട് വന്ന 3 യുവാക്കളെയാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തവൻ വന്നിട്ട് ഈശോയോട് ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്നു. ഈശോ പറയുകയാണ്, എന്റെ കൂടെ വരുന്നവൻ ഒരു പക്ഷേ തല ചായ്ക്കാനായിട്ട് ഇടമൊന്നും കിട്ടണം എന്നില്ലേ. അപ്പൊ അവൻ പറയുകയാണ്. അപ്പൊ പിന്നെ അവന്റെ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. അവൻ ഈശോ അനുഗമിച്ചില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. രണ്ടാമത്തവനോട് ഈശോ പറയുന്നു, അങ്ങോട്ട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എന്റെ പിതാവിനെ ഒന്ന് സംസ്കരിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വരാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അവനും ഈശോ അനുഗമിക്കുന്നില്ല. മൂന്നാമത്തവൻ ഈശോയോട് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇതൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിന്നെ അനുഗമിക്കാം എന്ന് പറയുകയാണ്. അതേപോലെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവനും ദൈവരാജ്യത്തിന് അർഹനല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വേറെ കണ്ടീഷൻസ് ഒന്നും വെക്കാതെ ഇരിക്കുക, അല്ലെ? ദൈവത്തിന്റെ അടുത്ത് ഇന്ന ഒരു കാര്യം കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഒരു 50 ലക്ഷം രൂപ എനിക്ക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ അനുഭവിക്കും. വേറെ ചിലരുണ്ട്, ഞാൻ എങ്ങനെയാലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഒരു 2-3 കൊല്ലം ഞാൻ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി വെച്ചോളാം എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അതല്ല, ദൈവം പറയുകയാണ്, ഇപ്പോ നീ ദൈവ ശുശ്രൂഷയ്ക്ക് തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കൊള്ളുക. നിന്റെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ ബെന്നി പുന്നത്തറ സാറിന്റെ ഒരു പ്രലോഭനങ്ങളെ വിടുക എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതില് ശാലോൺ ടിവിയുടെയും അതിന്റെ കാര്യങ്ങളുടെയും ഹിസ്റ്ററി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ ചെന്നിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിച്ചത്, മറിച്ച് ഇപ്പൊ ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട് തോന്നി. ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു ജോലി, നല്ലൊരു ജോലി, ബാങ്കിലൊരു ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട് നീ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിയിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചോളും. ബാക്കി നിന്റെ ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം അതിനനുസരിച്ച് പ്ലാൻ ചെയ്തോളും. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് പിന്നാലെ ഇപ്പൊ തന്നെ ഇറങ്ങണം എന്നല്ല, മറിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോ അതിന് തയ്യാറായിക്കൊള്ളുക. ബാക്കി കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചുള്ളൂ. ബാക്കി കാര്യങ്ങളെ കുറിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള, ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.